So hi guys, welcome back to my channel and welcome back to a new vlog. സോ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ KTU എക്സാം മാറ്റി ഇപ്പം നാളെ ഞങ്ങളുടെ S6-ന്റെ എക്സാം ഫൈനലി തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഒരു സെം എക്സാം തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കാന്ന് അറിയില്ലേ, അതാണ് സംഭവം. ഞങ്ങളുടെ 2 എക്സാം മാറ്റി, രണ്ടാമത്തെ എക്സാം ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പക്ഷെ അത് ടോട്ടലി ഞങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ്. ഇന്നിപ്പോ സമയം 6:40 6:46 അപ്പം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യണം. പോർഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നാളെ എക്സാമിൻ്റെ വ്ളോഗും എല്ലാം കൂടെ നമുക്ക് കാണാം. അത്യാവശ്യം ഒന്ന് റിവൈസ് ചെയ്തു. ഇനി പോയി കിടക്കാൻ പോവാണ്. ഇനി കിടന്നിട്ട് നാളെ കുറച്ച് നേരത്തെ എണീറ്റ് ഒന്നും കൂടെ ഒന്ന് പഠിക്കണം, എന്നാലേ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് 29th. എൻ്റെ ചുണ്ടൊക്കെ ഉണങ്ങി. അപ്പോൾ നമ്മൾ റെഡിയായി. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു 12:15 ആവാറായി. അപ്പോൾ 1:30 എനിക്ക് എക്സാം. ഇന്നത്തെ എക്സാം ഉച്ചയ്ക്കാണ്. സോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് നമുക്ക് കോളേജിൽ പോയിട്ട് എക്സാമിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ കാണാം. ബാക്കി ശ്രുതിയും ഗോപികയും അവരൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആർഡിനോന്ന് ഇങ്ങനെ എഴുതണം. പിന്നെ അതിൻ്റെ ലോഡുണ്ട്, പിന്നെ വോൾട്ടേജ് സെൻസറുണ്ട്, കറണ്ട് സെൻസറുണ്ട്, സപ്ലൈ ആർഡിനോ യൂണോ ESP8266 സെർവർ ESP8266 എല്ലാത്തിനും ഒരു തലമുണ്ട്. സത്യം ഞാൻ മനസ്സിൽ വിചാരിച്ചത് അത്. ഹായ് ആനിക്ക്. വാക്കുകളില്ല എനിക്ക്. അങ്ങനെ തോന്നണില്ലേ ഒരു പിങ്ക് മയം? അല്ലേ, അവർക്ക് ഇവിടെ ഒരു പിങ്ക് മയം. പിന്നെ ഫ്രണ്ടിൽ എനിക്ക് ജയിക്കാനുള്ള എല്ലാം കാണും, പക്ഷെ എനിക്ക് നോക്കി എഴുതുന്നുണ്ട്. കാരണം ഡേറ്റ ഫോർമാറ്റ് ഒരു ലൈഫ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഫോർമാറ്റാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോട്ടോകോൾ, ഡേറ്റ പ്രോട്ടോകോൾ, ഐഡന്റിഫിക്കേഷൻ പ്രോട്ടോകോൾ. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സൂപ്പർ. നിങ്ങളാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു?
ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ഹാപ്പി എന്റെ ബർത്ത്ഡേ. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിലെ പോലെയും ഈ എക്സാമിനും എന്റെ പെൻ ലീക്ക് ആയിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. എന്തോന്നിത്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവളിങ്ങനെ അല്ല. എക്സാം പൊളിയായിരുന്നു. ഇതാണ് ഞാൻ എക്സാം സൂപ്പർ ആയിരുന്നു. പാസ്സാവും. സൂപ്പർ എക്സാം. നോ വേർഡ്സ്. ഇത് ആക്ച്വലി പത്താനേ എന്താ സംഭവം? ഇതെന്താ ചേട്ടാ സാധനം? ഇത് കമ്മലാണ്. ഇതിന്റെ അറിഞ്ഞൂടെ കമ്മലാണെന്ന്? ഗോപി വെറുതെ കളിക്കും. ആ സാധനം ഒന്ന് കാണിക്കൂ. എന്റെ കയ്യിലോട്ട് നോക്കൂ. എന്റെ കയ്യിലോട്ട് നോക്കൂ. എന്റെ കയ്യിലിട്ടോണ്ടാണോ തോന്നുന്നത്? ഭംഗി അങ്ങോട്ട് മനസ്സിലാവില്ല. വെളുത്ത കയ്യിലൊന്നും. കിട്ടി കേട്ടോ. എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഹൗ ഡു യു ഫീൽ? അപ്പൊ ഞാനിങ്ങനെ ഇവള് ഓൾറെഡി ഹായ് എനിക്കതില് അത്ഭുതമൊന്നും ഇല്ല ആക്ച്വലി. എടുക്കരുത് എന്റെ അത് ഫസ്റ്റ് ഇച്ചു ഒക്കെ ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. എനിക്ക് കണ്ടിട്ട് പപ്പായ ഞാൻ തിന്നെ. ഇന്ന് എന്റെ ട്രീറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ കഴിച്ചു. ഇനി ഞാൻ കൊടുത്തിട്ട് വരാം. പിടിച്ചോ. ഒരു മിനിറ്റ്. ആരായാലും നല്ലൊരു പരിപാടി കണ്ടേ കറക്റ്റ് ആർച്ചെടുക്കണം. ഹായ് ഗൈസ്. അപ്പം വീട്ടിൽ ഞാൻ തിരിച്ചെത്തി. ഇപ്പം മണി 7:30 ഞാൻ ഉച്ചയ്ക്ക് പോയതാണ്. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ഫുഡ് അടിക്കാനൊക്കെ പോയിട്ടാണ് ഇപ്പം വീട്ടിൽ വന്നത്. ഫസ്റ്റ് എക്സാം പറയുവാണെങ്കിൽ ഇറ്റ് ആക്ച്വലി വെൻറ്റ് ഗുഡ്. നല്ല ഈസി ആയിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ ചെറുതായിട്ട് ഞങ്ങൾ സർപ്രൈസ് ഒന്ന് പാളിപ്പോയി. അത് ഞങ്ങൾക്ക് പിന്നെ പുതിയ കാര്യമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബൈ. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.